ടെക്നോളജിയുടെ വികാസത്തോടെ മനുഷ്യരാശി അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ ജീവിക്കും ജീവനുമുള്ള പ്രാധാന്യം കുറയുകയും ആരോഗ്യം എന്നത് കിട്ടാക്കനിയായി മാറുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ജൈവകൃഷി ആചാര്യനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ലീഡറുമായ ശ്രീ KV ദയാൻ സാറിൻ്റെ കീഴിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ജൈവകൃഷിയും വാനപ്രസ്ഥവും പഠിച്ചിറങ്ങിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജീവിതശൈലി രോഗങ്ങൾക്കായി ആരംഭിച്ച ആനന്ദ കേന്ദ്രം എന്ന ആശുപത്രിയിൽ വന്നെത്തുന്ന ഓരോ ആരോഗ്യാർത്ഥിക്കും എന്തുകൊണ്ട് രോഗം വരുന്നു എന്ന കാരണം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചികിത്സ നൽകുകയും ചെയ്തു പോന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പെയിന്റ് തൊഴിലാളികളിൽ കരൾ രോഗങ്ങൾ താരതമ്യേന പെരുകി വരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും തുടരന്വേഷണത്തിൽ പെയിന്റിൽ ചേർക്കുന്ന പല വിഷപദാർത്ഥങ്ങളും മനുഷ്യന്റെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്നു എന്ന തിരിച്ചറിവിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനായി ദയാൻ സാറിന്റെ ശിഷ്യഗണങ്ങളായ രണ്ടുപേർ ചേർന്ന് രൂപം നൽകിയ കേരള പെയിന്റ്സ് എന്ന പ്രസ്ഥാനം പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ദോഷം വരാത്ത നാച്ചുറൽ പെയിന്റ് എന്ന ആശയത്തിനായി അന്വേഷണം ആരംഭിച്ചു. നമുക്ക് ചുറ്റുമുള്ള പോരായ്മകൾക്ക് സമൂഹത്തെ പഴിക്കുന്നതിനു പകരം പരിഹാരം കണ്ടെത്തേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് തുടങ്ങിയ ഈ ഉത്തരവാദിത്ത സമരം ചെന്നെത്തിയത് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലായിരുന്നു. കടൽക്കക്കയും റബ്ബർ പാലും മറ്റ് പ്രകൃതിദത്ത കെമിക്കലുകളും ചേർത്ത് ഒരു നാച്ചുറൽ പെയിന്റ് ഉണ്ടാക്കുക എന്ന ഭ്രാന്തൻ സ്വപ്നത്തെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചതോടെ പുതിയൊരു പാത വെട്ടിത്തെളിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമായി. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പെയിന്റ് ഫോർമുലേഷനുകളെക്കാൾ മികച്ച പെയിന്റിനായുള്ള അന്വേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പലതവണയായി നടത്തിയ കൂടിക്കാഴ്ചകൾക്കും കൂപ്പിച്ചേർക്കലുകൾക്കും അവസാനം ഇൻക്യുബേഷൻ ആരംഭിച്ച് 1.5 വർഷങ്ങൾക്കിപ്പുറം ഏതാശയത്തിലാണോ ഈ പദ്ധതി ആരംഭിച്ചത് ആ ആശയത്തിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് പ്രകൃതിയെയും ജീവികളെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് നാച്ചുറൽ പെയിന്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി മാറി. ഒരു ചിപ്പിക്കുള്ളിലെ ജീവൻ എങ്ങനെയാണോ പ്രകൃതി ഒരു തോടിനുള്ളിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്, അതുപോലെ ഒരു വീടിനുള്ളിലെ ജീവനെ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഈ പെയിന്റിന് ഭദ്രം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. കേരളത്തെ ഒരു ബിസിനസ് സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി സർക്കാർ നടത്തിവരുന്ന വിവിധങ്ങളായ പദ്ധതികൾക്കൊപ്പം കേരളത്തിൽ നിന്നും ലോകത്തിന് മാതൃകയാകുന്ന ഇത്തരമൊരു ഉൽപ്പന്നം നിർമ്മിക്കാൻ സാധിച്ചതിൽ കേരള പെയിന്റ്സ് അഭിമാനം കൊള്ളുന്നു. ഇന്ന് ഈ മഹത് ഉദ്യമത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ എല്ലാവരോടും നന്ദി മാത്രം. ഈ ഉദ്യമത്തിനായി ഞങ്ങളെ നിയോഗിച്ച സർവം വ്യാപിയായ പ്രകൃതിയോടും ആശയം പകർന്നു തന്ന ഗുരുനാഥനോടും ആശയാവിഷ്കരണത്തിനായി അഹോരാത്രം അധ്വാനിച്ച റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ പ്രതിഭകളോടും ഈ വഴിയിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരോടും വിമർശിച്ചവരോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി നന്ദി നന്ദി.